വൈറ്റമിൻ ഡി എന്ന ഒരു വളരെ പ്രധാനമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നത്. തൈറോയിഡിൻ്റെ രോഗമാണെങ്കിലും അത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രമേഹമാണെങ്കിലും പല തരത്തിലുള്ള നമ്മുടെ അടിസ്ഥാന രോഗങ്ങൾക്ക് പിന്നിൽ വൈറ്റമിൻ ഡിയുടെ ഒരു കുറവ് പ്രത്യക്ഷമായി വളരെ ബന്ധമുള്ളതായി കാണുന്നു. ഒരുപക്ഷെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സൂര്യപ്രകാശമേറ്റാൽ തന്നെ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യത്തിന് ശരീരത്തിലുണ്ടെങ്കിൽ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള പല അസുഖങ്ങളും, ഇന്നിപ്പോൾ ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ പലതും നിയന്ത്രണ വിധേയമാക്കാൻ വൈറ്റമിൻ ഡി ഒരു പ്രധാന ഘടകം, എന്തിനേറെ PCODക്ക് പിന്നിൽ പോലും വൈറ്റമിൻ ഡി ഒരു പ്രധാന ഭാഗം വഹിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതെന്ത് തന്നെ വൈറ്റമിൻ ഡി എന്ന ഒരു വളരെ പ്രധാനമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നത്. തൈറോയിഡിൻ്റെ രോഗമാണെങ്കിലും അത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രമേഹമാണെങ്കിലും പല തരത്തിലുള്ള നമ്മുടെ അടിസ്ഥാന രോഗങ്ങൾക്ക് പിന്നിൽ വൈറ്റമിൻ ഡിയുടെ ഒരു കുറവ് പ്രത്യക്ഷമായി വളരെ ബന്ധമുള്ളതായി കാണുന്നു. ഒരുപക്ഷെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സൂര്യപ്രകാശമേറ്റാൽ തന്നെ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യത്തിന് ശരീരത്തിലുണ്ടെങ്കിൽ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള പല അസുഖങ്ങളും, ഇന്നിപ്പോൾ ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ പലതും നിയന്ത്രണ വിധേയമാക്കാൻ വൈറ്റമിൻ ഡി ഒരു പ്രധാന ഘടകം, എന്തിനേറെ PCODക്ക് പിന്നിൽ പോലും വൈറ്റമിൻ ഡി ഒരു പ്രധാന ഭാഗം വഹിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതെന്ത് തന്നെ